ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ധാരാളമായി തന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെയൊക്കെ വീഡിയോ കണ്ടോ? എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. ഇന്നൊരു കുഞ്ഞു വീഡിയോയാ. ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അപ്പോൾ എനിക്ക് 2 ദിവസം കൊണ്ട് കുറേ ദിവസം കൊണ്ട് ആൻറ്റി ഇങ്ങനെ കുറേ നാളുകൊണ്ടേ ഇങ്ങനെ പറയുന്നു, മോള് UK പഠിച്ചതാ. അപ്പം ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കണം. എൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയും. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം മോള് നാട്ടിൽ വന്നിട്ട് ചെന്നുടനെ ജോലി പോയി, നല്ലൊരു ജോലി കിട്ടുന്നില്ല. കാരണം കുഞ്ഞിനെയും കൊണ്ടുപോകണം അങ്ങനെ. അപ്പോൾ ആകെ ടെൻഷനില്ല. പേരൻസും ടെൻഷനില്ല, ആ മോളും ടെൻഷനില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മൾ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് പഠിച്ചിട്ട് നല്ലൊരു ജോലി കിട്ടിയില്ല എന്ന് വെച്ചാൽ ഭയങ്കര ഒരു മാനസികമായിട്ടൊരു വിഷമം. നമുക്ക് പറയാം വിഷമിക്കേണ്ടെന്ന്. പക്ഷേ നമ്മൾ ആ സ്ഥാനത്ത് വരുമ്പോഴേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അപ്പം നിങ്ങളൊന്ന് ഈ വിഷയം ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് 2 മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. മോനും ഇപ്പം അങ്ങനെ ജോലിയില്ല. നല്ല എഡ്യൂക്കേഷനൊക്കെ ഉള്ളവരാ, പക്ഷേ ജോലി ഇപ്പം ഉള്ള കമ്പനിക്കാരെല്ലാം ആൾക്കാരെ ഇപ്പം എൻ്റെ ഹസ്ബൻഡും കാനഡയുടെ കമ്പനിയുടെ ജോലിയാണ്. അപ്പം അതെല്ലാം ഇപ്പം അവർ ഇങ്ങോട്ടുള്ള ഇന്ത്യയിലോട്ടുള്ള ജോലികൾ കുറച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പലരുടെയും ജോലി അങ്ങനെ നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടും ഇങ്ങനെ ഓരോരുത്തരുടെ ജോലികൾ കമ്പനിയിൽ നിന്ന് മാറ്റുന്നതുകൊണ്ട് പിന്നെ വേറൊരിടത്ത് ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ പ്രായത്തിൻ്റെ ഇത് പറയും, പ്രായമായെന്ന് പറയും. അങ്ങനെ ജോലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിദ്യാഭ്യാസം മാത്രം പോരാ, നമ്മുടെ ഒരു ലക്കൂടൊക്കെ ഈ ജോലി എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എത്രയും പെട്ടെന്ന് ആ മോൾക്കൊരു ജോലി കിട്ടണം, നല്ലൊരു വിസയോടുകൂടി ഒരു ജോലി കിട്ടണം. പിന്നെ മോനും ഒരു ജോലി കിട്ടണം. ജോലി ഇല്ലാതെ ഈ കാലത്ത് നമുക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളെല്ലാവരും ഇപ്പം ഒരാളുടെ ജോലിയും കൊണ്ട് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഇപ്പം ഹസ്ബൻഡിൻ്റെ ജോലിയും കൊണ്ട് പറ്റാത്തത് കൊണ്ട് മനസ്സുള്ള വീട്ടിലുള്ള പെണ്ണുങ്ങൾ വൈഫ് ഒക്കെ അവരാ കഴിയുന്ന ജോലികളൊക്കെ ചെയ്ത് ഓരോന്നൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്കാലത്ത് ഇത്രയും ഒരു സിറ്റുവേഷനിൽ പോകുമ്പം ഒരു ജോലി അത്യാവശ്യമാണ്. അപ്പോൾ അതില്ലാതിരിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളും പ്രാർത്ഥിക്കണം. അപ്പം ഈ സിറ്റുവേഷൻ നമ്മുടെ ഒരവസ്ഥയായിട്ട് ഈ പ്രശ്നം എൻ്റെ പ്രശ്നമാണെന്നും പറഞ്ഞ് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. അതുപോലെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാൽ നന്നായിരിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും, ഞാൻ പറഞ്ഞതിന് നിങ്ങൾ അനുസരിക്കും എന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ഉണ്ടാക്കാനായിട്ട് ഞാനിങ്ങനെ ഒരു 10 ഗോള ഉണ്ടാക്കിയിട്ട് അതങ്ങ് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കി എല്ലാം ഒരു പ്ലേറ്റിൻ്റെ അടപ്പിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് അത് അത്രയും ഉണ്ടാക്കും. എന്നിട്ട് അതങ്ങ് ചൂടോടെ കൊടുക്കാനുള്ളവർക്ക് അങ്ങ് കൊടുക്കും. അപ്പം ഞാനിത് ആദ്യം ഇങ്ങനെ ആട്ട കുഴച്ച് വെച്ചിട്ട് അതിന് ശേഷം പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി പിള്ളേർക്കൊക്കെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് അത് എപ്പോഴത്തേക്കിനും ഇത് ഇച്ചിരി നേരം ഇരുന്നൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടേ. അപ്പം എൻ്റെ അടുത്ത് ബട്ടൂരയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട് ഒക്കിൽ. അപ്പം ഇന്നെന്നാ അതുണ്ടാക്കാമെന്നും പറഞ്ഞിരുന്നതാണ്. അപ്പം നോക്കിയോണേ തൈരില്ലായിരുന്നു, അതിന് ഇച്ചിരി തൈരൊക്കെ വേണം. അപ്പോൾ തൈര് കുറവായിരുന്നു, അതുകൊണ്ട് ഇന്നെന്നാ പിന്നെ അങ്ങ് പൂരി ഉണ്ടാക്കാമെന്ന് വെച്ച് അങ്ങനെ ഞാനിങ്ങനെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കട്ടെ. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പിട്ടല്ലേ ഞാനില്ലേ ലാപ്സി നമ്മളില്ലേ ഇവിടെ അങ്ങ് ലാപ്സി പറഞ്ഞ് ഞാൻ എന്നാൽ അത് നുറുക്ക് ഗോതമ്പാന്ന് എനിക്കങ്ങോട്ട് എൻ്റെ മനസ്സിൽ പറയാൻ വരുന്നില്ല. അതിന് നുറുക്ക് ഗോതമ്പിനെ ഈ ലാപ്സി എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ കമൻറ്റിൽ ചോദിക്കുകയും ചെയ്തില്ലേ റവയാണോ അതൊന്ന് പാക്കറ്റ് ചോദിന് കാണിക്കാൻ ഞാൻ എന്താന്ന്. അപ്പം ഞാനതാ പറയാം, നമ്മൾ ചില നമ്മളില്ലേ പറഞ്ഞ് ശീലിച്ച് അതങ്ങ് പറയും. അപ്പോൾ ഈ നുറുക്ക് ഗോതമ്പ് പണ്ട് ഞങ്ങൾ പിന്നെ നാട്ടിലൊക്കെ ആകുമ്പം കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് ഇച്ചിരി വലിയ പീസുള്ളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കഞ്ഞി ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ അല്ലാതെ അതിൻ്റെ ചെറുതും കിട്ടും, അതാ നമുക്കിതിനൊക്കെ നല്ലത്. പക്ഷേ നല്ല നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതായി ഈ നുറുക്ക് ഗോതമ്പൊക്കെ. അപ്പം ഞാൻ ചിന്തിച്ച് അതൊരു നമ്മൾ കലത്തപ്പത്തിൻ്റെ ഒരു റെസിപ്പി അല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യുമ്പം ഈ പോൾമോന് ആ ഉള്ളിയുടെ ടേസ്റ്റ് അവന് ഇഷ്ടപ്പെട്ടില്ല.
അതുകൊണ്ട് ഞാൻ ഇനിയും ചിന്തിച്ച് ഇനിയും ചെയ്യുമ്പം ഉള്ളി ചേർക്കാതെ ബാക്കിയെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അവർക്ക് ഇച്ചിരി മധുരം കൂടെ കൂടുതൽ വേണമായിരുന്നു. അപ്പം അവർക്കുള്ളത് മധുരം ഇട്ടിട്ട് നമുക്ക് മധുരം കുറയ്ക്കാം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് തുണി കഴുകാനായിട്ടിട്ട് ബാക്കി തുണികളൊക്കെ ഇനി ഉണ്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ ഈ ഇട്ടേക്കുന്ന ഡ്രസ്സുണ്ടല്ലേ അതിൻ്റെ കൈ ഇങ്ങ് താഴെ വരെ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ അത് കണ്ടിച്ച് പകുതിയാക്കിയതാണ്ടേ. അപ്പോൾ ഇങ്ങി വരെ കിടക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ ഗ്യാസേലൊക്കെ ഇങ്ങനെ ഈ അടപ്പത്തുനിന്ന് ആ അടപ്പത്തോട്ടൊക്കെ പാത്രങ്ങൾ എടുത്ത് വെക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തട്ടുമായിരുന്നു. എനിക്കതൊരു ഭയങ്കര പ്രശ്നമായിട്ടിരിക്കും. പിന്നെ ഞാൻ അതുകൊണ്ടത് ഇങ്ങനെ എനിക്ക് ഈ ഫുൾ കൈ ഇട്ട് ജോലി ചെയ്യുന്നതിനോട് അത്ര ഭയങ്കര നമ്മളിപ്പം പാത്രം കഴുകുകയാണെങ്കിലും ചിലപ്പം അത് കൈയെല്ലാം നനയും, പിന്നെ എടുത്ത് മാറ്റി അങ്ങോട്ട് ചുരുട്ടി വെക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനും കണ്ടിച്ച് കളഞ്ഞു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കാന്താരിയെ കാണിച്ചില്ലേ, ഞാനത് കട്ട് ചെയ്ത് വന്ന ശിഖരങ്ങളിൽ മൊത്തം ഞാൻ ഈ കഴിഞ്ഞിടെ നിങ്ങൾ കണ്ടായിരുന്നോ, ഞാൻ ഈ മുട്ടത്തോടുകൾ മിക്സിക്കകത്ത് അടിച്ച് ഞാൻ പറയില്ല അത് ഒന്നീ ഞാൻ വെള്ളത്തിൽ കലക്കി ഒഴിക്കും, അല്ലെങ്കിൽ പൊടി ഇങ്ങനെ മൂട്ടിയിട്ടും. നല്ല ചെടികൾക്ക് കാൽഷ്യമൊക്കെ കിട്ടാൻ നല്ലൊരു ടിപ്സാണ് അത്. അപ്പോൾ ആ ഉള്ള ശിഖരത്തിൽ നിന്നെല്ലാം ഇനി ആ കാൽഷ്യം കൊണ്ട് ഇട്ടുകൊണ്ടായിരിക്കും നന്നായിട്ട് വരുന്നുണ്ട് കാന്താരി. ഞാനിത് 2 മുട്ട ഇങ്ങനെ പൊട്ടിച്ച് അത് ഇച്ചിരി സവാള ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ചപ്പാത്തിക്ക് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാമെന്ന് വെച്ച് ചപ്പാത്തിക്ക് കൊടുത്തു വിടാൻ. പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ ചുമ ഞാൻ രാത്രിയിലുള്ള ചുമയെന്നാ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. രാത്രിയിലെ ചുമയ്ക്കല്ല, എപ്പോഴത്തെ ചുമയ്ക്കാതെ. ഞാനും എനിക്ക് കഴിഞ്ഞ ദിവസം ചുമയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ ആയിരുന്നു. കാലിൻ്റെ വെള്ളയെ വിക്സ് തേച്ചിട്ട് സോക്സ് ഇട്ട് കിടക്കുമായിരുന്നു. ഒത്തിരി ആശ്വാസം വരും ചുമയ്ക്ക്. അപ്പോൾ ഞാൻ ആ ഇട്ട വീഡിയോയിൽ മിക്ക കമൻറ്റും വരുന്നത് രാത്രി 12:30, 1:30. അപ്പം പറയും ചേച്ചി എൻ്റെ കുഞ്ഞ് കരഞ്ഞ് ഞാനിങ്ങനെ ഗതികെട്ട് യൂട്യൂബ് നോക്കിയപ്പം കണ്ട വീഡിയോ ഇതാ, ഒത്തിരി നന്ദിയുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് ഒത്തിരി. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അത് കുഞ്ഞൊരു വീഡിയോയുമാണ് എനിക്കതിൽ മോണിറ്റൈസേഷൻ വരത്തില്ല അതിൻ്റെ അകത്ത്, എന്താണെന്നറിയത്തില്ല. പക്ഷെ അത് ഒത്തിരി പേര് കാണുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം പിന്നെ ഇന്ന് ഞാൻ ഉരുളൻകിഴങ്ങ് എടുത്ത് മെഴുക്ക് വരട്ടാന്ന് വെച്ച് ചപ്പാത്തിക്ക്. കുറേ നാളായി ഉരുളൻകിഴങ്ങ് എടുത്തിട്ട്. അപ്പോൾ ഇതൊന്ന് അടപ്പത്ത് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ടൊന്ന് അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്, ഒന്ന് സ്വല്പം വേവാനായിട്ട്. അപ്പം നമ്മുടെ മീൻ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാനൊന്ന് വെട്ടിയെടുക്കട്ടെ. പക്ഷെ ചില ഞാൻ നേരത്തേക്ക് ഈ അച്ചാറിന് വാങ്ങിക്കുന്ന വലിയ കേരയല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ നിങ്ങളെയും കാണിച്ചിട്ടില്ലേ ഇത് കറുത്ത ഈ ലിവറിൻ്റെ കൂട്ടുള്ള അത് ഞാൻ അങ്ങ് മൊത്തത്തിൽ അത് ലിവറിൻ്റെ ടേസ്റ്റ് ആയതുകൊണ്ട് അതൊക്കെ ഞാൻ അതെടുക്കത്തേ ഇല്ലായിരുന്നു കറി വയ്ക്കാൻ. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെ കറുപ്പേ ഇല്ല. ഇതും കേരയാണ്, പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും ഞാൻ അങ്ങനെ കറുപ്പ് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഒത്തിരി ഒന്നുമില്ല. മറ്റേതിൻ്റെ അകത്താണെങ്കിൽ പിന്നെയും ഇങ്ങനെ കറുപ്പ് വരുമായിരുന്നു. എനിക്ക് അന്നേരം അച്ചാറിനൊക്കെ അങ്ങ് പറയത്തില്ല, എനിക്ക് ഒത്തിരി നഷ്ടമായി. ഈ തലയും കറുപ്പും പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് തരുന്ന ഉടനെ ഈ ഒരു മീൻ ഇത്ര രൂപയെന്നുള്ള ഇതിലല്ലേ തരുന്നത്, കിലോ കണക്കിനുമല്ല, ഒരു വില വെച്ചിട്ട് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ അതെനിക്ക് നഷ്ടമാണ്. പക്ഷേ ഈ വാങ്ങിച്ചതെല്ലാം നല്ല വെള്ളയായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് മീൻ തെന്നിതാ പോയി. മീൻ ഞാൻ വെളിയിലെടുത്ത് വെച്ചിട്ട് ഇത്തിരി നേരമായി. അതുകൊണ്ട് ഇന്ന് എനിക്ക് തൊലി ഇളക്കിയ ഉടനെ ഇപ്പോഴും നമ്മളങ്ങ് എക്സ്പെർട്ടായിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലേ, ഇത്തിരി അതിൻ്റെ അകത്ത് ആ തൊലിക്കകത്ത് ഇത്തിരി മാംസം പോയി. അല്ലെങ്കിൽ എന്തോ എനിക്കൊന്ന് ഇതിൻ്റെ അകത്തും കേരയ്ക്കകത്തും 2 ടൈപ്പ് കാണും. ഇതെന്ന് പറയുന്നത് ഒരിച്ചിരി നമ്മൾ ശരിക്ക് പിടിച്ചില്ലെങ്കിൽ അത് വിട്ട് ഇങ്ങി വരും. മറ്റേതാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഉറപ്പുണ്ടായിരുന്നു എന്ന് തോന്നും. അപ്പം ഞാൻ അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഇതിരിക്കാൻ നോക്കത്തില്ല, ഒന്നി പീസ് ചെയ്തിട്ട് ചെയ്യും, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചൂരുക,
ഞാൻ ഒരു സൈഡിലത്തെ അങ്ങനെ വലിച്ചുരി, പക്ഷേ അതിൽ ഒരു ഇച്ചിരി ആ സ്കിന്നിൻ്റെ അകത്ത് മൊത്തം ഇങ്ങി വന്നു, ഇങ്ങനെ കുറേ ഇങ്ങി വന്നു. അപ്പം അതുകൊണ്ട് അടുത്തത് ഞാൻ പിന്നെ ചിന്തിച്ചെന്നാൽ അങ്ങ് പീസാക്കി അങ്ങ് എടുത്താൽ മതിയെന്ന്. അത് കുറച്ച് നേരം ആയി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട്. നല്ല ഐസോട് കൂടി ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഇത് പ്രശ്നം വരത്തില്ലായിരുന്നു. ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്ത് ഞാനങ്ങ് രാവിലെ എടുത്ത് വെച്ചതാണ്. ഇന്നാളിലാണെങ്കിൽ ഐസ് പോകാഞ്ഞ് എനിക്ക് പിന്നെ പിച്ചാത്തിയും കൊണ്ട് കണ്ടിക്കാൻ പ്രയാസമായിരുന്നു. ഐസ് ചെവിന് പോയില്ലെന്ന് പറഞ്ഞു. ഇന്ന് ആയപ്പോൾ ഇച്ചിരി ഐസ് മൊത്തവും പോയി. അത് ഇത്തിരി ഇതായിപ്പോയി, ലൂസ് പോലെ ആയിപ്പോയി മീൻ. അപ്പോഴത്തേക്കിന് തുണി അവിടെ ആയിട്ടുണ്ട്, അതവിടെ ഓഫാക്കിയിട്ട്. ഇവിടെ ഉരുളൻകിഴങ്ങ് ഞാൻ വെന്തിട്ട് വേറൊരു പാത്രത്തിലാക്കിയിട്ട് അതേ ചീനച്ചട്ടിയിൽ, വേറെ എടുക്കാനൊന്നും പോയില്ല, അതേ ഉരുളിക്കകത്ത് ഇത്തിരിയും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് അതൊന്ന് ഇടട്ടെ. എന്നിട്ട് അതവിടെ കിടന്നൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഇവിടെ കുറേ ദിവസം കൊണ്ട് പ്രൈസും പപ്പാടെ പറയാം ചോപ്പ് സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞ് നൂഡിൽസ് കഴിക്കാൻ. ഞാൻ പറഞ്ഞടാ ദൈവം കൈ തന്നിട്ടുണ്ട്, കൈയും കൊണ്ട് കഴിക്കടാ. അപ്പോൾ ഇവന്മാർ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഈ ചൈനക്കാരുടെയൊക്കെ ഇത് കാണും. അപ്പോൾ അവരൊക്കെ ഈ ചോപ്പ് സ്റ്റിക്കും കൊണ്ടല്ലേ കഴിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു പപ്പ എനിക്കും വേണം. ഞങ്ങളന്ന് ഡാഡിയുടെ ബർത്ത്ഡേയുടെ പാർട്ടിക്ക് പോയണേ അവിടെ ആ ഹോട്ടലിലുണ്ടായിരുന്നു ചോപ്പ് സ്റ്റിക്ക്. അപ്പോൾ അവർ ഇവർക്ക് കൊടുത്ത അതിലാണ് ഇവർ കഴിച്ചത്. അപ്പോൾ റീജാൻ പിന്നെ ഇതൊക്കെ അങ്ങ് വാങ്ങിച്ചു കൊടുക്കാം. ഞാൻ പറയും വേറെ പണിയില്ലോ എന്ന് ചോദിക്കും. കടകളിലുണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ വിൽക്കാൻ. ഞാൻ മീനൊക്കെ ഒന്ന് വെട്ടിയെടുത്ത് അതിൻ്റെ തലയും അതിനങ്ങനെ പരിഞ്ഞിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഇച്ചിരി വേണം കിട്ടിയതിനായിരുന്നു. പിന്നെ ഞാനെടുത്ത് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയില്ല, ഞാനും കളഞ്ഞു പരിഞ്ഞിൽ. പക്ഷെ മത്തിയുടെ അതിലേക്ക് പരിഞ്ഞിൽ നമുക്ക് എടുക്കാം. ഇതിൻ്റെ പരിഞ്ഞിലിൻ്റെ കൂട്ടത്തിൽ ഒരിത്തിരി ഇതൊക്കെ കാണും, അതിൻ്റെ കുടല പോലൊക്കെ ഉള്ളത്. അത് ഒത്തിരി വലിയ ഇതിൻ്റെ ആണെങ്കിൽ നമുക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പം ഞാൻ മീനൊക്കെ ഒന്ന് അടപ്പത്തിട്ടിട്ടുണ്ട്. അടപ്പത്തിട്ട് അതിനെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇന്നലത്തെ അവിയലിരിപ്പുണ്ട്, മോരുകറി ഇരിപ്പുണ്ട്, പയറ് തോരനും ഇരിപ്പുണ്ട്. അതിപ്പം വൈകിട്ട് മതിയല്ലോ എല്ലാവർക്കും ചോറിന്. അപ്പം പുതിയ ഇനി ഒരു തോരൻ ഞാൻ വെക്കുന്നില്ല. ഇവിടെ 1 മണിയാകുമ്പോഴേ അവർക്കൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ ഈ കഴിക്കാൻ ലേറ്റാവുന്നതെന്ന് വെച്ചാൽ അനു വന്നിട്ട് പോയിട്ടേ ഞാൻ കഴിക്കത്തുള്ളൂ. കാരണം ഒരു സമാധാനത്തിൽ കഴിക്കാമെന്നുള്ള ഇതിൽ. അവൾ ചിലപ്പോൾ 2 മണിക്കായിരിക്കും വരുന്നത്, ചിലപ്പോൾ 2:30 അതുകൊണ്ട് ഞാൻ അവൾ വന്നിട്ടേ കഴിക്കത്തുള്ളൂ. അതാണ് എൻ്റെ ഇത്രയും ലേറ്റാവുന്നത്. ചോറും കറിയൊക്കെ റെഡി ആയിട്ടിരിക്കും. അവൾ വരുമ്പോൾ ഞാൻ പിന്നെ ഇവിടെ കുത്തിയിരുന്ന് ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് അവളുടെ അടുത്ത് പറയടി നേരത്തെ വന്ന്. അവൾക്ക് നേരത്തെ അവൾ ഇങ്ങനെ പ്രഗ്നൻ്റ് അല്ലായിരുന്നെങ്കിൽ ഞാൻ അവളോട് കറക്റ്റായിട്ട് വരാൻ പറഞ്ഞേനെ. പിന്നെ ഇപ്പോൾ ഈ സിറ്റുവേഷൻ ആയതുകൊണ്ട് പിന്നെ ഒന്നും അനങ്ങാൻ പോകത്തില്ല. ഇന്നലെ പറഞ്ഞിനി ഹോളി കഴിഞ്ഞിട്ട് ഞാൻ വരത്തില്ല ആൻറ്റി. ഞാൻ പറഞ്ഞ അതിന് മുമ്പിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ നിൻ്റെ ആവോടി എന്ന് പറഞ്ഞു. അപ്പം മീൻകറിയൊക്കെ ഇവിടെ സെറ്റായി. അപ്പം ഞാൻ ഉച്ചയ്ക്ക് പിന്നെ അവിയലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, മീൻകറിയുടെ ഇച്ചിരി ചാറും ആ തലയും ഇച്ചിരി അവിയലൂടെ എടുത്താൽ കഴിച്ചത്. ഞാൻ അവിയലില്ലായിരുന്നെങ്കിൽ പിന്നെ ഈ മീൻ ചാറും ഈ തലയും കൂട്ടിയേ കഴിക്കത്തുള്ളായിരുന്നു. പിന്നെ അവിയലുള്ളത് കൊണ്ട് ഒരു ഇച്ചിരി അതുകൂടെ എടുത്തു. മോരുകറിയുണ്ട്, ഞാനതൊന്നും എടുത്തില്ല, എനിക്കതൊന്നും വേണ്ട. ഈ മീൻ ചാറും ഇതും മതിയായിരുന്നു. നാളത്തെ വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ഉണ്ടേ, നിങ്ങൾ കാണണേ. എന്നിട്ടത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണേ. നിങ്ങളിങ്ങനെയാണോ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.